എന്താ എല്ലാരും ഉണ്ടല്ലോ, എന്താ കാര്യം? അതെ, നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ല എന്നാ തോന്നുന്നത്. എന്ത് വിവരം? നമ്മളാ സുഗതം മയ്യത്തയച്ചത്. സുഗതം നമ്മുടെ കോവിഡ് ഉണ്ണിയുടെ അച്ഛൻ പഞ്ചായത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതപ്പൊ ഞാൻ വേറെ കൂട്ടി ഇങ്ങോട്ട് പോന്നെ. പറഞ്ഞു കൊടുക്കും. അല്ല, വേറൊന്നല്ല. ഇപ്പൊ സംഗതി ആള് കോവിഡ് വന്ന് മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആളിനെ ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ കൊണ്ടുവന്നിട്ട് ദയിപ്പിക്കണം എന്നാണ് ഇപ്പൊ അവരുടെ കുടുംബക്കാരുടെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്? ഈറ്റൊക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ട മെമ്പർ, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. ഏടോ ചെങ്ങായി മൂപ്പര് ആലോചിക്കാണ്ടും കണ്ടു പറഞ്ഞു. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറയും മെമ്പറെ. അല്ല കോയ, അതിപ്പോ ഒരാള് മരിച്ചു കഴിഞ്ഞാല് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കണം എന്നാണ് വീട്ടുകാർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് അവരുടെ അവകാശമല്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ ഇത് സാധാരണ മരണമല്ലല്ലോ. കോവിഡ് വന്നിട്ടാണ് ആള് മരിച്ചേക്കുന്നത്, നമുക്കൊക്കെ അറിയണ കാര്യമാണ്. അങ്ങനെ ഒരു ചെങ്ങായിനെ പൊതു ശ്മശാനത്തിൽ കൊണ്ടിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചാല്, ദഹിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഇത് കത്തിക്കൽ തന്നെയാണല്ലോ. അതിങ്ങനെ ദഹിപ്പിക്കുമ്പോ അതിന്റെ ആ ഇതൊന്ന് വരുന്ന അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് മെമ്പറെ, ഈ കോവിഡ് വന്ന് മരിച്ച ആളിനെ നമ്മൾ ഇതുകൊണ്ട് ദഹിപ്പിച്ച് കഴിയുമ്പോ അയാളുടെ ശരീരത്തിലുള്ള അണുക്കള് അന്തരീക്ഷത്തിലൂടെ നമ്മളെ സാധാരണ ജനങ്ങളുടെ എല്ലാം മൂക്കിലേക്ക് കയറി എല്ലാരും രോഗികളാവൂലേ? വിഡ്ഢിത്തരല്ലേ? അത് വിഡ്ഢിത്തരാണ്. മൂക്കിൽ കയറിനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കത്തിച്ചു കഴിഞ്ഞ പിന്നെ എന്താണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം. പറഞ്ഞു കൊടുക്കേ. മുമ്പ് നമ്മള് ഫാക്ടറിയിൽ നിന്ന് വിഷപ്പുക വരണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും സമരം ചെയ്തു. മെമ്പർ നമ്മളെല്ലാരും വിഷമുണ്ടല്ലോ പോയി അല്ലേ? ഇപ്പൊ ഇവര് പറഞ്ഞ ദഹിപ്പിക്കട്ടാണ്. വേറൊരു കൂട്ടര് പറഞ്ഞത് കുഴിച്ചിടണം. കുഴിച്ചിടാനും സമ്മതിക്കില്ലെന്നാ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ മണ്ണിന്റെ അടിയിൽ കൂടെ ഈ അണുക്കൾ പൊന്തി വരുന്ന പറയും. എന്താ ഇതിനൊക്കെ പറയാ? പിന്നെ മയ്യത്തെന്താ കാട്ടുക? എന്റെ മൊയ്തു കുഴിച്ചിട്ടാ വലിയ ദോഷമുണ്ട്. അറിവ് വിവരമുള്ളത് പറയണതൊന്നും മനസ്സിലാക്ക്. ഈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും വേരി കൂടെ ഇതങ്ങോട്ട് കയറും അണുക്കള്. അത് വരുന്ന പഴത്തിലും പച്ചക്കറിയിലും ഒക്കെ ഇത് പടരൂലേ അണുക്കള്. വിവരക്കേടാണ് മെമ്പറെ പറയുന്നത്. നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി വിവരമുള്ള ഒരാളല്ലേ നിങ്ങള്. ഏടോ, ഇത് ഇങ്ങനെ തൊട്ട പകർന്ന സാധനം അല്ലേ? അപ്പൊ അതിന്റെ ഒരു ബാക്കി എന്താ അതിന്റെ കൈ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ആളുകളൊക്കെ ഇപ്പൊ അറിഞ്ഞു വന്നു. എല്ലാവരും അറിഞ്ഞേക്കണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആളുകൾ എന്താണ് പറയണത്? ആൾക്കാര് ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ. ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാ ഇപ്പൊ എല്ലാവർക്കും അറിയണല്ലോ. എന്തിനാ ഇപ്പൊ പ്രത്യേകം പറയാള്? ദഹിപ്പിക്കാൻ അതിന്റെ സയൻസ്, അതിന്റെ കൃത്യമായിട്ട് ആ വിവരം ദഹിപ്പിക്കാനും പറ്റില്ല, കുഴിച്ചിടാനും പറ്റില്ല. പിന്നെ എന്താ കാട്ടാന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവെക്കി. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബോഡി ദഹിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള ഒരു പാരക്കുണ്ട്. അത് വിവരമില്ലാത്ത ഒന്നോ രണ്ടോ ആൾക്കാരുടെ ആ കൂട്ടത്തിൽ ലഭ്യനും ഉണ്ട്. അപ്പൊ ഭൂരിപക്ഷത്തിന് ദഹിപ്പിക്കേണ്ടതാണ്. ആണല്ലോ വിവരം വിഭവമുള്ള ആൾക്കാരെ സമ്മതിക്കോ? മെമ്പറെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. ദഹിപ്പിക്കണ്ടെന്ന് ഇപ്പൊ ഒരു പറയുന്നത്, പൂച്ചിടണ്ടെന്ന് വേറെ കൂട്ടരും പറയുന്നത്. പിന്നെ അത് എന്ത് കാട്ടുന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വേറെ കൂടെ കൂടരുത്. അല്ലല്ല, അപ്പൊ കൂടുതൽ ആളുകൾ എന്താണ് പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോഴാണ് മെമ്പർ ആവുക. അതെ.